ഫ്രണ്ട്സ്, ട്യൂട്ടർ വേൾഡിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി വന്നിരിക്കുന്നത്. കാരണം ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നതിനേക്കാൾ ഉപരി നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗപ്രദമാകുന്ന ഒരു കിടിലൻ വീഡിയോ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വരുന്നത്. കാരണം നിങ്ങൾ എല്ലാവരും മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നവരാണ്. ആ മൊബൈൽ ഫോണിന്റെ അകത്ത് നിങ്ങൾ എല്ലാവരും ഫ്ലിപ്കാർട്ട് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ പർച്ചേസിംഗ് പ്ലാറ്റ്ഫോം നിങ്ങൾ യൂസ് ചെയ്യുന്ന ആളുകളായിരിക്കും. അതായത് വീട്ടിലിരുന്നുകൊണ്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു പ്രൊഡക്റ്റെങ്കിലും ഓർഡർ ചെയ്ത് മേടിക്കാത്ത ആരും തന്നെ ഉണ്ടായിരിക്കില്ല. കാരണം നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഒരു കടയിൽ പോയി നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുന്നതിനേക്കാളും അതിന്റെ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ഈസി ആയി നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഫ്രീ ടൈമിൽ യാത്ര ചെയ്യുന്ന സമയത്ത്, നിങ്ങൾക്ക് സിനിമ കാണുന്ന സമയത്ത്, അതുപോലെ ഫുഡ് കഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ടൈമിൽ നിങ്ങൾക്ക് ഓരോ പ്രൊഡക്റ്റിന്റെയും സ്പെസിഫിക്കേഷൻ നിങ്ങൾക്ക് ചെക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് ഐറ്റം എന്നല്ല ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലേക്ക്, നിങ്ങളുടെ വീടിന്റെ ഡോർ സ്റ്റെപ്പിന്റെ ഫ്രണ്ടിൽ നിങ്ങൾക്ക് ആ ഐറ്റം ഓർഡർ ചെയ്ത് എത്തിക്കാൻ പറ്റുന്ന ഒരു ഏറ്റവും നല്ല ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് ഫ്ലിപ്കാർട്ട് എന്ന് പറയുന്നത്. അതുപോലെ ആമസോൺ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമുകളുണ്ട്. അതുപോലെ നിരവധി ഓൺലൈൻ പർച്ചേസിംഗ് പ്ലാറ്റ്ഫോമുകൾ നിരവധി തന്നെയുണ്ട്. എന്നാൽ ഫ്ലിപ്കാർട്ട് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിന്റെ അകത്ത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഇനി ഫ്ലിപ്കാർട്ടിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്ലൈറ്റ് ടിക്കറ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കും. വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിലൂടെ നിങ്ങൾക്ക് ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ ഈസി ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്കൊരു EMI അല്ലെങ്കിൽ നിങ്ങൾ ഒരു ലോങ് ട്രിപ്പ് ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ നിങ്ങൾ കൊച്ചി ടു ഡൽഹി അല്ലെങ്കിൽ കൊച്ചി ടു ബോംബെ നിങ്ങൾ ഒരു നിരന്തരം ട്രാവൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ഒരു ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഡെബിറ്റ് കാർഡ് ഉണ്ട്. ഇതിന്റെയൊക്കെ ഓഫറുകൾ നിങ്ങൾക്ക് എങ്ങനെ ഇപ്പോൾ ഏകദേശം ഒരു 4000 രൂപയുടെ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് ആണ് നിങ്ങൾ ബുക്ക് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് ആ 4000 രൂപ, അതായത് നിങ്ങളൊരു ഏജൻസി ത്രൂ ആണ് നിങ്ങളൊരു ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് 4000 രൂപ നിങ്ങൾക്ക് പേ ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് അതിൻ്റെ അകത്തുനിന്ന് ഒരു ഓഫർ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കില്ല. പക്ഷേ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഫ്ലിപ്കാർട്ട് അക്കൗണ്ട് ഉണ്ട്. നിങ്ങൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തിൻ്റെയോ വീട്ടിലോ ആരുടെയെങ്കിലും കയ്യിൽ ഫ്ലിപ്കാർട്ട് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മൊബൈലിലൂടെ തന്നെ നിങ്ങൾക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കും. ഒരു 4000 രൂപയുടെ ടിക്കറ്റ് നിങ്ങൾ ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൽ ഒരു 1000-1500 രൂപ അല്ലെങ്കിൽ 50% ഒരു ഓഫറൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഞാൻ ആ ഫ്ലൈറ്റ് ടിക്കറ്റ് എനിക്ക് വേണ്ടിയല്ല, എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ ഞാൻ ജസ്റ്റ് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും അതിൻ്റെ അകത്ത് 4500-5000 രൂപയാണ് അതായത് റൗണ്ട് ട്രിപ്പ് അല്ല, വൺ വേ കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ ഫ്രണ്ടിന് കൊച്ചി ടു ബോംബെ പോകുന്നതിന് വേണ്ടിയാണ് ഞാൻ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തത്. അപ്പോൾ ആ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിന് 4600 രൂപ ആണ് ആ ടിക്കറ്റിന് വില കണ്ടത്. അപ്പോൾ എൻ്റെ HDFCയുടെ ക്രെഡിറ്റ് കാർഡ് ഉള്ളതുകൊണ്ട് ഞാൻ എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഫ്ലിപ്കാർട്ടിലൂടെ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് അതിന് 50% ഓഫ് കിട്ടി. ഏകദേശം 2100 രൂപയ്ക്ക് ഇൻഡിഗോയുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്തെടുത്തു. അപ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്കും നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ യാത്രയ്ക്ക് വേണ്ടിയുള്ള ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് നിങ്ങൾക്ക് മറ്റാരോടും ചോദിക്കാണ്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്നും, അല്ലെങ്കിൽ എങ്ങനെ നമുക്കൊരു ഫ്ലിപ്കാർട്ടിലൂടെ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടനും ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പോലത്തെ വെറൈറ്റി വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് ഫ്ലിപ്കാർട്ടിലൂടെ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാം എന്നുള്ള ഈസി ആയിട്ടുള്ള ടിപ്പാണ് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. അതിനായിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾ ഫ്ലിപ്കാർട്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഫ്ലിപ്കാർട്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വരുന്നത്. ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ കുറേ ഓപ്ഷൻസ് അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾ ഏതൊരു ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ പ്രൈസ് ഡ്രോപ്പ് അലേർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഫ്ലൈറ്റ് ഫ്രം 1199 എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. യെസ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഞാനത് സൂം ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങനെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ കാറ്റഗറി എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ കാറ്റഗറി എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഫോർ യു, അതുപോലെ ഫാഷൻ, അപ്ലയൻസ് എന്ന് പറഞ്ഞ് കുറേ ഓപ്ഷൻസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ താഴത്തോട്ട് വന്നു കഴിഞ്ഞ ശേഷം നമുക്ക് ഇവിടെ ഇതിൻ്റെ അകത്ത് ഫ്ലൈറ്റ് അല്ലെങ്കിൽ ട്രാവൽ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ഇവിടെ ട്രാവൽ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ കണ്ടോ, നിങ്ങൾക്ക് കാണാൻ സാധിക്കേണ്ടെന്ന് തോന്നുന്നു. ട്രാവൽ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നിരവധി ഓപ്ഷൻസ് അതിൻ്റെ ഇത് വരുന്നുണ്ട്. അതുപോലെ ട്രാവൽ പരമായിട്ടുള്ള ബന്ധപ്പെട്ട ഹോളിഡേ പാക്കേജ്, നിങ്ങൾക്ക് ഫ്ലൈറ്റ് വേണമെങ്കിൽ ഫ്ലൈറ്റ് ഇവിടെ ബുക്ക് ചെയ്യാം, ഹോട്ടൽസ് വേണമെങ്കിൽ ഹോട്ടൽസ്, ഹോളിഡേ ട്രിപ്പ് വേണമെങ്കിൽ ഹോളിഡേ ട്രിപ്പ് ചെയ്യാം, അതുപോലെ ബസ് വേണമെങ്കിൽ ബസ് ബുക്ക് ചെയ്യാം.
എല്ലാ കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ടൂർ പോകാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഫ്ലിപ്കാർട്ട് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അതിലൂടെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാം എന്നുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ തീർച്ചയായും ഈ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ തന്നെ കേട്ടിരിക്കണം. നിങ്ങൾക്ക് തീർച്ചയായും ഉപയോഗപ്രദമാകുന്ന ഒരു വീഡിയോ തന്നെയാണിത്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ ട്രാവൽ എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ കാണുന്ന ഫ്ലൈറ്റ് എന്ന് പറയുന്ന ഈ ഓപ്ഷനുണ്ട്. ഫ്ലൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഫ്ലൈറ്റ് എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാം ഫ്ലിപ്കാർട്ട് ട്രാവൽ എന്ന് പറയുന്ന ഒരു ഇൻ്റർഫേസിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഫ്ലൈറ്റ്, ഹോട്ടൽ, ഹോളിഡേ, ബസ് എന്ന് പറയുന്ന 4 ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ഫ്ലൈറ്റാണ് ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഫ്ലൈറ്റാണ് നമ്മളിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇനി എങ്ങനെ ഹോട്ടൽസ് ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഹോളിഡേയ്സ് ബുക്ക് ചെയ്യാം, ബസ് എങ്ങനെ ബുക്ക് ചെയ്യാം എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. എല്ലാം നമ്മൾ ഓരോരോ വീഡിയോസായിട്ട് പാർട്ടായിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ അകത്ത് നമ്മൾ എങ്ങനെയാണ് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സ്ഥലത്തോട്ട് വൺ വേ ആയിട്ട് ട്രാവൽ ചെയ്താൽ മതി. വൺ വേ എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കിപ്പോൾ ഉദാഹരണത്തിന് കൊച്ചിയിൽ നിന്ന് നിങ്ങൾക്ക് ബോംബെക്ക് പോയാൽ മതി. നിങ്ങൾ ബോംബെയിൽ സ്റ്റേ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ബോംബെയിൽ നിന്ന് തിരിച്ചു പോരുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ തിരിച്ചു പോരാനായിട്ട് നിങ്ങൾ പ്ലാൻ ഒന്നും ഇട്ടിട്ടില്ല, നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കേണ്ട എന്നാണെന്നൊന്നും പ്ലാൻ ഇട്ടിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് വൺ വേ ട്രിപ്പാണ്. ഇനി റൗണ്ട് ട്രിപ്പ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഇതെന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ 1-ാം തീയതി കൊച്ചിയിൽ നിന്ന് ബോംബെക്ക് പോകുന്നു. ബോംബെ ചെന്നിട്ട് നിങ്ങൾ 10-ാം തീയതി തിരിച്ചു പോരും. നിങ്ങൾക്ക് 8-ാം തീയതി എന്തെങ്കിലും ഫംഗ്ഷൻ കഴിഞ്ഞ് 10-ാം തീയതി തിരിച്ചു പോരാൻ വേണ്ടി നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് റൗണ്ട് ട്രിപ്പ് ആക്കി എടുക്കാം. ഇപ്പോൾ ഇത് രണ്ടും എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അത് രണ്ടും എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ വൺ വേ ആണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞു തരാൻ പോകുന്നത്. വൺ വേ എന്ന് പറയുമ്പോൾ ഞാൻ ഫ്രം കൊച്ചി ടു, അതായത് അല്ലെങ്കിൽ നമുക്കിത് ഇവിടെ ഫ്രം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഫ്രം വെയർ, എവിടെ നിന്നാണ് നിങ്ങൾ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ കൊച്ചിയിൽ നിന്ന് ഞാൻ അടിച്ചു. കൊച്ചിയിൽ നിന്ന് അടിക്കുമ്പോൾ ശ്രദ്ധിക്കണം, കൊച്ചി ജപ്പാൻ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അതുപോലെ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട് ഉണ്ട്. അതായത് ജപ്പാനിൽ കൊച്ചി എന്ന് പറയുന്ന ഒരു എയർപോർട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൊച്ചി എന്ന് അടിക്കുമ്പോൾ നമ്മൾ ആ കൊച്ചി എന്ന് പറയുന്ന COK ആണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം. COK ആണെന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം മാത്രം കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ആണോ എന്നുകൂടി ചെക്ക് ചെയ്യണം. ഇവിടെ നമ്മുടെ കൊച്ചിയുടെ COK ആണെങ്കിൽ ജപ്പാൻ്റെ കൊച്ചിയിൽ വരുന്നത് KZZ ആണ് വരുന്നത്. അപ്പോൾ കൊച്ചി നമ്മളിവിടെ സെലക്ട് ചെയ്തു. എങ്ങോട്ടാണ് നിങ്ങൾ ട്രാവൽ ചെയ്യുന്നത്? നിങ്ങൾ ട്രാവൽ ചെയ്യേണ്ട ഡെസ്റ്റിനേഷനാണ് ഇവിടെ പറയുന്നത്. നമുക്ക് എവിടെ വേണമെങ്കിലും സെർച്ച് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ബോംബെ എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ വേണ്ട മുംബൈ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുകയാണ്. മുംബൈ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പോഴത്തേനും മുംബൈ ഛത്രപതി ശിവജി എയർപോർട്ട് ഇന്ത്യ എന്ന് കാണിച്ചു. ബോംബെ BOM കാണിക്കുന്നുണ്ട്. ഞാനത് സെലക്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾ ഫ്രം അഡ്രസ്സ് സെലക്ട് ചെയ്യുന്നതും ടു അഡ്രസ്സ് സെലക്ട് ചെയ്യുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ ഫ്രം അഡ്രസ്സ് ഇപ്പോൾ വൺ വേ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് വന്നു, അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് അത് മാറ്റി കൊടുക്കണം. ഇപ്പോൾ ഫ്രം അഡ്രസ്സും ബോംബെയും ടു അഡ്രസ്സും കൊച്ചി ആക്കണമെങ്കിൽ ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ ഒന്നേരം ക്ലിക്ക് ചെയ്തു, കൊച്ചി ടു ബോംബെ തന്നെ ആക്കി. അതുപോലെ ഡിപ്പാർച്ചർ ഓൺ എന്ന് പറഞ്ഞാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഏത് ദിവസമാണ് ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ റിട്ടേൺ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇവിടെ റിട്ടേൺ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് ഞാൻ ഒന്നും സെലക്ട് ചെയ്യുന്നില്ല. കാരണം നിങ്ങൾ റിട്ടേൺ വരാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നിങ്ങൾ കൊച്ചിയിൽ നിന്ന് ബോംബെക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നത്. അതുപോലെ നിങ്ങൾ എത്ര പേര് ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഒരാളാണെങ്കിൽ ഇത് ഇവിടെ ട്രാവൽ 1 ആണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഒരു 4 പേരാണ് പോകണമെങ്കിൽ, അഡൽട്ട്സ് ആണെങ്കിൽ, അതായത് 18 വയസ്സിന് മുകളിലുള്ളവരാണെങ്കിൽ നിങ്ങളിതിവിടെ 4 എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇല്ല നിങ്ങൾ ഒരാളും ഒരു കുട്ടിയാണ് നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ 2, ഒരു ഭാര്യയും ഭർത്താവുമാണ് പോകണമെങ്കിൽ 2 സെലക്ട് ചെയ്തു. നിങ്ങളുടെ കൂടെ ഒരു കുട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ 1 സെലക്ട് ചെയ്തു. അപ്പോൾ കുട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ 0 തന്നെയാണ്. പിന്നെ അതുപോലെ 2 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ അത് എത്ര പേരുണ്ടെന്നും ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് മാക്സിമം അലോഡ് എന്ന് പറയുന്നത് 2 കുട്ടികളെയാണ്. നമുക്ക് പോകുമ്പോൾ 2 പേർക്ക് 2 കുട്ടികളെയാണ് ബിലോ 2 ഇയേഴ്സിന് താഴെ നമുക്ക് അലൗഡ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ചൂസ് ക്യാബിൻ ക്ലാസ്, നമുക്ക് ഇതിൻ്റെ അകത്ത് 3 ക്ലാസ്സുകൾ കൊടുത്തിട്ടുണ്ട്. എക്കണോമി, പ്രീമിയം എക്കണോമി, ബിസിനസ്. ഇതിൽ എക്കണോമിയാണ് സാധാരണ ഒരു ആവറേജ് റേറ്റ് കിട്ടുന്നത്. പ്രീമിയം എക്കണോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കണോമിനേക്കാളും കുറച്ച് റേറ്റ് കൂടുതലാണ്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ബിസിനസ് ക്ലാസ്. അതൊക്കെ നല്ല ഹൈ റേറ്റ് വരുന്ന ഓരോ ഓപ്ഷൻസാണ്. ഇത് നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കി വെക്കണം നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഡൗട്ട്സ് വരാണ്ടിരിക്കാൻ തന്നെ നിങ്ങൾക്ക് നോർമലായിട്ട് ഒരു എക്കണോമി രീതിയിൽ എങ്ങനെ ബുക്ക് ചെയ്യാമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇപ്പോൾ ഞാൻ കൊച്ചിയിൽ നിന്ന് മുംബൈക്ക് 1 വേ ആണ് പോകാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് കൊച്ചിയിൽ നിന്ന് ബോംബെക്ക് പോയാൽ മതി, പക്ഷേ എനിക്ക് തിരിച്ചു വരണ്ട, ഞാൻ അവിടെ തന്നെ സ്റ്റേ ചെയ്യുകയാണ്. അപ്പോൾ അതിനായിട്ട് കൊച്ചി ഞാൻ സെലക്ട് ചെയ്തു, COK സെലക്ട് ചെയ്തു. ഒരിക്കലും നിങ്ങൾ ജപ്പാനിലെ കൊച്ചി സെലക്ട് ചെയ്യരുത്. അതുപോലെ ബോംബെ സെലക്ട് ചെയ്തു. അതായത് എനിക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്, 2 അഡ്രസ്സ് ബോംബെ സെലക്ട് ചെയ്തു. ഡിപ്പാർച്ചർ ഓൺ
ജാനുവരി സൺഡേ, അതായത് ഞാൻ ജാനുവരി സൺഡേ ആണ് ട്രാവൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞാൻ ഒറ്റയ്ക്കാണ് ട്രാവൽ ചെയ്യാൻ പോകുന്നത്. അതാണ് ഇവിടെ ട്രാവലർ 1 എന്ന് കൊടുത്തിരിക്കുന്നത്. ക്ലാസ്, അതായത് ഏത് ടൈപ്പ് സീറ്റാണ് വേണ്ടത്, ഞാൻ എക്കണോമിക് ക്ലാസ്സിലാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇവിടെ ചോദിക്കുന്നുണ്ട് റെഗുലർ, സ്റ്റുഡൻറ്റ്, സീനിയർ സിറ്റിസൺ, ആംഡ് ഫോഴ്സ്. ഇത് ഓരോ ഡിസ്കൗണ്ട് കിട്ടുന്ന ഓരോ ഇതാണ്. നിങ്ങൾ റെഗുലർ ആയിട്ടുള്ള ആളാണോ, അതായത് നിങ്ങൾ സ്റ്റുഡൻ്റ് ഒന്നും അല്ല, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഹയർ എംപ്ലോയർ ഒന്നും അല്ല, എംപ്ലോയി ഒന്നുമല്ല. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഫോഴ്സിലുള്ള, അതായത് മിലിറ്ററി, അതുപോലെ നേവി, അങ്ങനെയുള്ള ഫോഴ്സിലുള്ളൊന്നും അല്ല. അതുപോലെ നിങ്ങൾ സീനിയർ സിറ്റിസൺ അല്ല. അതായത് നിങ്ങൾ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ ഇവിടെ സീനിയർ സിറ്റിസൺ സെലക്ട് ചെയ്യുക. നിങ്ങൾ സ്റ്റുഡൻ്റ് ആണെങ്കിൽ സ്റ്റുഡൻറ്റ് സെലക്ട് ചെയ്യുക. കാരണം നിങ്ങൾക്ക് ഓരോ ഡിസ്കൗണ്ട് കിട്ടുന്നതിന് വേണ്ടിയാണ്. ഓരോ കാറ്റഗറിയിൽ പെട്ടവർക്കും ഓരോ രൂപയാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ റെഗുലർ ആയതുകൊണ്ട് റെഗുലർ സെറ്റ് ചെയ്തു, സെർച്ച് ഫ്ലൈറ്റ് കൊടുത്തു. അപ്പോൾ സെർച്ച് ഫ്ലൈറ്റ് ചെയ്തപ്പോൾ ജൂൺ 1 ബോംബെക്ക് പോകുന്ന ഓരോ ഫ്ലൈറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് സാറ്റർഡേ ജൂൺ 1. ഇപ്പം നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ സാറ്റർഡേ 2 ഇവിടെ 6000 രൂപ, അതുപോലെ ഫ്രൈഡേ നമുക്കിവിടെ 6000 രൂപ, അങ്ങനെ ഓരോ ദിവസങ്ങളിലെ റേറ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് സാറ്റർഡേ നോക്കിയപ്പോൾ 5000 രൂപയ്ക്കാണ് ടിക്കറ്റ് കിടക്കുന്നത്. പക്ഷേ സൺഡേ നോക്കിക്കഴിഞ്ഞപ്പോൾ 6500 കിടക്കുന്നത്. ഇനിയിപ്പോൾ ഇവിടെ റേറ്റ് കുറവാണെങ്കിൽ നമുക്കിത് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇപ്പം ഞാൻ സാറ്റർഡേ ജാനുവരി 1 ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പം ഞാൻ ഇവിടെ ഞാൻ എയർ ഇന്ത്യയിലെ ഇൻഡിഗോ ഇവിടെ എടുക്കുകയാണ്. ഇൻഡിഗോയുടെ ഈ ഒരു ടിക്കറ്റ് എടുക്കുകയാണ്. ഇതാണെന്ന് പറയുന്നത് 19 എന്ന് പറയുമ്പോൾ 7 മണിക്കാണ്, വൈകിട്ട് 7 മണിക്ക് പോകുന്ന ഒരു ഫ്ലൈറ്റാണ്. അത് 5 മണിക്കൂറും 25 മിനിറ്റും കൊണ്ട് നമ്മൾ അവിടെ ചെല്ലും, ബോംബെ ചെല്ലും. അപ്പോൾ ആ ഫ്ലൈറ്റാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആ ഫ്ലൈറ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്തു. ആ ഫ്ലൈറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണുന്നുണ്ട്. നമ്മൾ കൊച്ചി ടു മുംബൈ ആണ് കൊടുത്തിരിക്കുന്നത്. ജൂൺ 1, അതായത് ജൂൺ 1 കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു പേഴ്സണാണ് ട്രാവൽ ചെയ്യുന്നത്, ഒരാളാണ്. എക്കണോമിയാണ് നമ്മുടെ സീറ്റ് എന്ന് പറയുന്നത്. അതായത് റെഗുലർ ആയിട്ടുള്ള ആളാണ് എടുക്കുന്നത്. റെഗുലർ ഫെയർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇൻഡിഗോയുടെ ഫ്ലൈറ്റാണ്. ഇൻഡിഗോയുടെ ഫ്ലൈറ്റിൻ്റെ നമ്പറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് 6E387. അതായത് നിങ്ങളുടെ ഫ്ലൈറ്റിൻ്റെ നമ്പറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് വേണമെങ്കിൽ നിങ്ങൾ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ എടുത്തു വെച്ചോ കേട്ടോ. പിന്നെ എപ്പോഴാണ് ട്രാവൽ ചെയ്യുന്നത്, സാറ്റർഡേ 1 ജാനുവരി. എവിടെ നിന്നാണ്, കൊച്ചി, കൊച്ചി 7 മണി. 19 എന്ന് പറയുന്നത് 7 മണിയാണ്. കൊച്ചിൻ ഇൻ്റർനാഷണൽ ടെർമിനൽ 1 നിന്നാണ്. കൊച്ചിൻ ഇൻ്റർനാഷണൽ ടെർമിനൽ 1 നിന്നും നമ്മൾ 5 മണിക്കൂർ 25 മിനിറ്റ് എടുത്ത് ഒറ്റ സ്റ്റോപ്പ്, അതായത് കൊച്ചിയിൽ നിന്ന് ഡയറക്റ്റ് നമ്മൾ ഒറ്റ സ്റ്റോപ്പും കൊണ്ട് നമ്മൾ ഛത്രപതി ശിവജി എയർപോർട്ട് ടെർമിനൽ 2 ഇറങ്ങും. അതായത് ജാനുവരി 2 നമ്മൾ, അതായത് സാറ്റർഡേ വൈകുന്നേരം 7 മണിക്ക് നമ്മൾ കൊച്ചി ഇൻ്റർനാഷണൽ ടെർമിനൽ 1 നിന്ന് നമ്മൾ കയറിയിട്ട് നമ്മൾ എത്തുന്നത് സൺഡേ 2, അതായത് സൺഡേ 2 എന്ന് പറയുന്നത് 2 ജൂണിൽ നമ്മൾ രാത്രി എന്ന് പറയുന്നത് വെളുപ്പിയങ്കാലത്ത് 12:30 നമ്മൾ കൊച്ചി നിന്ന് നമ്മൾ ട്രാവൽ ചെയ്ത് ബോംബെ ഛത്രപതി ശിവജി എയർപോർട്ട് ടെർമിനൽ 2 ഇനി അതിന് മോർ ഇൻഫർമേഷൻ നോക്കണമെങ്കിൽ നമുക്ക് നോക്കാം എങ്ങനെയാണ്. സാറ്റർഡേ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട് ടെർമിനൽ 1 നിന്നും നമ്മൾ 1.25 മണിക്കൂറും കൊണ്ട് ചെന്നൈ എയർപോർട്ട് ടെർമിനൽ 1 അതായത് ഇവിടെ 1 സ്റ്റോപ്പ് എന്ന് പറയുന്നത് നമ്മൾ എവിടെയാണ് ഒരു സ്റ്റോപ്പ് ഉള്ളതെന്ന്, അതായത് ഒരു ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ആ ഫ്ലൈറ്റ് എവിടെയാണ് ആദ്യം നിർത്തുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ അതിന് എത്ര സ്റ്റോപ്പ് എന്നോ കാണിക്കുന്നതിനാണ് ഇവിടെ 1 സ്റ്റോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ മോർ ഇൻഫർമേഷൻ നമ്മൾ വീണ്ടും എടുത്തു. അത് നമ്മുടെ 6E നമ്മൾ ട്രാവൽ ചെയ്യുന്നത് സാറ്റർഡേ ജാനുവരി കൊച്ചി 7 മണിക്ക്, അതായത് കൊച്ചിയിൽ വൈകിട്ട് 7 മണിക്ക് നമ്മൾ 6E387 എന്ന് പറയുന്ന ഇൻഡിഗോ ഈ ഫ്ലൈറ്റ് കയറി 1 മണിക്കൂറും 15 മിനിറ്റും എടുത്ത് നമ്മൾ 8:15 നമ്മൾ ചെന്നൈ എയർപോർട്ടിൻ്റെ ടെർമിനൽ 1 എത്തും. ടെർമിനൽ 1 നമുക്ക് 2 മണിക്കൂറും 15 മിനിറ്റിലും ലേ ഓവർ ഉണ്ട്. ഈ ലേ ഓവർ കഴിഞ്ഞതിന് ശേഷം, ലേ ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അവിടുന്ന് ഫ്ലൈറ്റ് മാറിയിട്ട് ഇൻഡിഗോയുടെ 6225 എന്ന് പറയുന്ന ഈ ഫ്ലൈറ്റ് കയറണം നമ്മൾ. അതായത് നമ്മൾ അവിടുന്ന്, അതായത് ചെന്നൈ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് നമ്മൾ അവിടുന്ന് നമ്മൾ ഇൻഡിഗോയുടെ 6225 എന്ന് പറയുന്ന ഈ ഫ്ലൈറ്റിൽ കയറണം. അതെപ്പോഴാണെന്ന് നോക്കി, അത് 10:30 ആ ഫ്ലൈറ്റ്. അത് ചെന്നൈ എയർപോർട്ട് ടെർമിനൽ 1 നിന്നും. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അവിടെ നിന്നും 1 മണിക്കൂറും 55 മിനിറ്റും എടുത്ത് നമ്മൾ സൺഡേ രാവിലെ 12:25 ഛത്രപതി ശിവജി എയർപോർട്ടിൽ ടെർമിനൽ 2 വന്നിറങ്ങും. ഇതാണ് ഇതിൻ്റെ ഡീറ്റെയിൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ഡീറ്റെയിൽസ് മനസ്സിലായല്ലോ. ഇനി സ്റ്റാൻഡേർഡ് ഫെയർ പോളിസി ഉണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ബാഗേജിൻ്റെ കാര്യമാണ്. ബാഗേജ് പോളിസി എന്ന് പറയുന്നത് അഡൽസിന്, അതായത് നമ്മളിപ്പോൾ അഡൽസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്, അതായത് നമ്മുടെ ഫെയർ നമ്മൾ അഡൽസ് ആണ് എടുത്തിരിക്കുന്നത്. ചെക്ക് ഇൻ ബാഗിൻ്റെ അകത്ത്, അതായത് നമ്മുടെ ചെക്ക് ഇൻ ബാഗ് ഓർമ്മ ഉണ്ടായിരിക്കും. അതിൻ്റെ അകത്ത് നമുക്ക് 15 കിലോ, അതായത് നമ്മുടെ വലിയ ബാഗിൻ്റെ അകത്ത് 15 കിലോയും നമ്മുടെ ക്യാബിൻ ബാഗ് ഉണ്ട്, അതായത് നമ്മുടെ കയ്യിൽ പിടിക്കുന്ന ബാഗില്ലേ, ഹാൻഡ് ബാഗ്, നമ്മൾ പുറകെ തൂക്കിയിടുന്ന ബാഗ്, അതിൻ്റെ അകത്ത് 7 കിലോ വരെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അതുപോലെ ക്യാൻസലേഷൻ പോളിസിയാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഈ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്നത് ഫ്രം നവംബർ
നമ്മൾ ഇത് ജാനുവരി 1 12:30 മുമ്പ് നമ്മൾ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ റീഫണ്ട് എമൗണ്ട് എന്ന് പറയുന്നത് 1410 നമുക്ക് റീഫണ്ട് കിട്ടും. അത് ഫ്ലൈറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് 5310 എയർലൈൻ ഫീ എന്ന് പറയുന്നത് 3500 ഫ്ലിപ്കാർട്ട് ഫീ എന്ന് പറയുന്നത് 400 രൂപയാണ്. എമൗണ്ട് റീഫണ്ടബിൾ എന്ന് പറയുന്നത് നമുക്ക് 1410 രൂപ നമുക്ക് തിരിച്ച് കിട്ടും. നമുക്ക് റീഫണ്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നില്ല, നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് വേണ്ട എന്നുണ്ടെങ്കിൽ 1410 രൂപ തിരിച്ച് കിട്ടുന്നതിൽ നമുക്ക് നല്ലൊരു കാര്യമാണ്. കാരണം ടിക്കറ്റിൻ്റെ ഫുൾ എമൗണ്ട് പോകുന്നില്ല. ഇനി നമ്മൾ 12:30 ശേഷമാണ് അതായത് ജാനുവരി 12:30 ശേഷം ജാനുവരി അല്ല ജൂൺ 1 12:30 ശേഷമാണ് നമ്മൾ ബുക്ക് ചെയ്യുന്നത്. അതായത് 3:30 ബുക്ക് ചെയ്യുന്നത് നമുക്ക് 1 രൂപ പോലും തിരിച്ചു കിട്ടില്ല. സീറോയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഫ്ലൈറ്റ് കോസ്റ്റ് 5310 രൂപ. അത് 5310 എയർലൈൻ ഫീ ആയിട്ട് തന്നെ പോകും. റീഫണ്ടബിൾ എമൗണ്ട് ഒന്നും കിട്ടത്തില്ല. പിന്നെ ഡേറ്റ് ചേഞ്ച് പോളിസി, നമ്മൾ ഡേറ്റ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഫ്രം നൗ നമ്മൾ ജൂൺ 1 ഇവിടെ കൊടുത്തിരിക്കുന്നത് 13:30, അതായത് 1:30 മുമ്പ് നമ്മൾ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 3650 അല്ല നമ്മൾ 1:30 ശേഷം ജൂൺ നമ്മളൊരു 12, 3, 15 അതായത് 3:30 കഴിഞ്ഞിട്ടൊക്കെ ആണെങ്കിൽ, അത് 1:30 3:30 ഇടയ്ക്കാണെങ്കിൽ നമുക്കത് ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല. നോൺ ചേഞ്ചബിൾ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ഫെയർ പോളിസിയൊക്കെ നമ്മൾ നോക്കി എടുക്കണം നമ്മൾ. പിന്നെ ക്യാൻസലേഷൻ പോളിസി ഉണ്ട്, ഇതും നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ ചെക്ക് ചെയ്യുക. അതുപോലെ ഡേറ്റ് ചേഞ്ച് പോളിസി ഉണ്ട്, ഇതും നമ്മളെല്ലാം വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം എടുക്കുക. ഇനി പ്രൈസ് ബ്രേക്കപ്പ്, ഇനിയാണ് നമ്മളിത് എങ്ങനെ ബുക്ക് ചെയ്യണമെന്ന് പറഞ്ഞു തരുന്നത്. ബേസ് ഫെയർ എന്ന് പറയുന്നത് 4379 രൂപ, ടാക്സ് എന്ന് പറയുന്നത് 931 രൂപ, ടോട്ടൽ എന്ന് പറയുന്നത് 5310 രൂപ. ഇനി നമ്മളിവിടെ അപ്ലൈ കൂപ്പൺസ്, നമുക്ക് എന്തെങ്കിലും കൂപ്പൺസോ കാര്യങ്ങളോ നമ്മൾ ക്രെഡിറ്റ് കാർഡ് ബാങ്ക് ഓഫറൊക്കെ നമുക്കിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. HDFCയുടെ കാർഡൊക്കെ ഉണ്ട് 25% നമുക്ക് ഓഫറുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ എമൗണ്ട് നമുക്ക് കുറഞ്ഞ് കിട്ടണമെങ്കിൽ HDFCയുടെ കാർഡ് യൂസ് ചെയ്യുക. എന്നിട്ട് നമ്മളിവിടെ കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പോൾ തന്നെ നമുക്ക് സീറ്റ് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് ആണ് വരുന്നത്. നമുക്ക് ഫസ്റ്റ് നമുക്ക് ഈ ഒരു സീറ്റ് മതിയെങ്കിൽ നമുക്ക് ആ സീറ്റ് അവിടെ സെലക്ട് ചെയ്യാം. കണ്ടോ, ഞാൻ ആ സീറ്റ് അവിടെ ബുക്ക് ചെയ്തു. ആ ബുക്ക് ചെയ്തതിന് ഓരോ സീറ്റിനും ഓരോതായിട്ടുള്ള ഒരു എക്സ്ട്രാ അഡീഷണൽ ഉണ്ട്. ഇതൊക്കെ ഓൾറെഡി ബുക്ക് ചെയ്ത സീറ്റുകളാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനവിടെ ആ സീറ്റ് ബുക്ക് ചെയ്തു. നമുക്ക് മീൽസ് വേണമെങ്കിൽ ഇവിടെ മീൽസ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും മീൽസ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ബാഗേജ്, ഇൻഷുറൻസ് ഒക്കെ നമുക്ക് ഇതിൻ്റെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാൻ സെലക്ട് അവിടെ മീൽസ് കൊടുത്തു. ഞാൻ മീൽസ് എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ ഇവിടെ ഒരു മീൽസ് അങ്ങ് ആഡ് ചെയ്ത് കൊടുത്തു. ചുമ്മാ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീൽസ് ആഡ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ബാഗേജ്, അഡീഷണൽ ബാഗേജ് ഉണ്ടെങ്കിൽ കൊടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ഇൻഷുറൻസ് കൊടുക്കുക. ഇൻഷുറൻസും കൊടുത്തു കഴിഞ്ഞ ശേഷം ഈ ഫ്ലൈറ്റിൻ്റെ അകത്ത് ഇൻഷുറൻസ് അവൈലബിൾ അല്ല, അപ്പോൾ അത് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് കണ്ടിന്യൂ ട്രാവൽ കൊടുക്കുക. കണ്ടിന്യൂ ട്രാവൽ കൊടുക്കുമ്പോഴത്തേനും നമുക്ക് അഡൽസ് കാര്യങ്ങളൊക്കെ അവിടെ ചോദിക്കുന്നുണ്ട്. നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, കോൺടാക്ട് ഇൻഫർമേഷൻ ഡീറ്റെയിൽസ്, അതുപോലെ ബില്ലിംഗ് ഡീറ്റെയിൽസ് കൊടുക്കുന്നത്. നമുക്ക് കമ്പനി ബേസിൽ അഡ്രസ്സാണ് കൊടുക്കേണ്ടതെങ്കിൽ നമുക്കിവിടെ കമ്പനി അഡ്രസ്സ് കൊടുക്കുക. അതുപോലെ GST നമ്പർ ആഡ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ ഐ ഹാവ് GST നമ്പർ എന്ന് പറഞ്ഞിട്ട് കമ്പനി നെയിം ആഡ് ചെയ്തിട്ട് രജിസ്ട്രേഷൻ നമ്പർ, അതായത് നമ്മുടെ GST നമ്പർ ഇവിടെ ആഡ് ചെയ്തിട്ട് നമ്മൾ കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ ബില്ലിംഗ് ഓപ്ഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് എന്തെങ്കിലും ടൈപ്പ് ചെയ്തിട്ട് ബില്ലിംഗ് ഓപ്ഷനിലേക്ക് പോവുകയാണ്. അഡൽട്ട് ഞാനിവിടെ നമ്മുടെ നെയിമും കാര്യങ്ങളൊക്കെ ഞാനിവിടെ എൻ്റർ ചെയ്ത് കൊടുത്തു. എന്നിട്ട് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ നമ്മുടെ ട്രിപ്പിൻ്റെ റിവ്യൂ ആണ് പറഞ്ഞിരിക്കുന്നത്. ഏത് സീറ്റാണ്, മീൽസ്, ബാഗേജ്, ഇൻഷുറൻസ് കാര്യങ്ങൾ, അതുപോലെ ആഡ് ഓൺസ് ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ആഡ് ഓൺസ് എന്ന് പറയുന്നത് മീൽസ്, ബാഗേജ്, ഇൻഷുറൻസ്, ഇതൊക്കെയാണ് ആഡ് ഓൺസ് എന്ന് പറയുന്നത്. കൺഫേം ആൻഡ് പ്രൊസീഡ് നമ്മൾ കൊടുത്തു. ജസ്റ്റ് ഒന്ന് നോക്കുക നിങ്ങൾ. അതിനുശേഷം കൺഫേം കൊടുത്തു കഴിഞ്ഞ ശേഷം നമ്മൾ ബില്ലിംഗ് പ്രോസസ്സിലേക്കാണ് പോകുന്നത്. ബില്ലിംഗ് പ്രോസസ്സിൽ ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ബില്ല് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളും പേയ്മെൻറ്റ് മെത്തേഡുകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് നോക്കാം. നമുക്ക് നമ്മുടെ ക്രെഡിറ്റ് കാർഡുകൾ യൂസ് ചെയ്തുകൊണ്ട് പേ ചെയ്യാം. അതുപോലെ നമുക്ക് EMI ഓപ്ഷൻ ഉണ്ട്. EMI ഓപ്ഷൻ ചെയ്യാം, നെറ്റ് ബാങ്കിങ് ചെയ്യാം, വാലറ്റ്, അത് ഫോൺ പേ, ഗൂഗിൾ പേ തുടങ്ങിയുള്ള നമുക്ക് വാലറ്റുകൾ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാം, UPI ചെയ്തുകൊണ്ട് ചെയ്യാം. ഈ ഒരു പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ഗിഫ്റ്റ് കാർഡൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാം. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം തന്നെയാണിത്. അപ്പോൾ അതിന് പേയ്മെൻറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് 19 മിനിറ്റ് ഉണ്ട്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ പേയ്മെൻറ്റ് ഓപ്ഷൻ ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മുടെ Gmail അക്കൗണ്ടിലേക്ക് നമ്മുടെ ഈ ഒരു ടിക്കറ്റ് അവർ അയച്ചു തരുന്നതായിരിക്കും. വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിലൂടെ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. കുറച്ച് ലെങ്ത് കൂടിപ്പോയി, എന്നാലും നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. മനസ്സിലായെങ്കിലും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.